താനനാനേ താന തനനാനേ തനനാനേ താനനാനേ താന തനനാനേ. കുട്ടനാടൻ പുഞ്ചനീളെ കാറ്റു കളിയാടി, ഒരു കൊയ്ത്തുപാട്ടിൻ ഈണമീറൻ കായലല പാടി, പൊന്നരിവാളിൻ തുമ്പത്ത് കതിരൊളി മൊത്തം വയ്ക്കുമ്പോൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ വിന്നേഴ്സ് വ്ലോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിൽ കുട്ടനാട്ടിലാണ്. അപ്പോൾ വെറുതെ ഒരു ഫുഡ് അടിക്കാന്നുള്ള മൈൻഡിൽ വന്നതാണ്. എങ്ങനെ അപ്പോൾ എന്തായാലും ഫുഡ് അടിക്കുന്നത് കണ്ടാലോ? അപ്പോൾ നമ്മൾ വന്നത് എങ്ങനെയാണെന്ന് അറിയട്ടെ, കണ്ടിട്ട് വായോട്ടോ, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്നതും കൂടെ കാണാം. എനിക്കിന്ന് രാവിലെ പുലർച്ചെ 2:30ക്കായിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു 10-10:30 അടുത്തായി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു, അതായത് ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. കുറച്ച് ദിവസമായി ഞാനും നിക്കിയും കൂടി ഇങ്ങനെ പ്ലാനിങ്ങിലാണ് എങ്ങോട്ടേലൊക്കെ ഒന്ന് പോകണമെന്ന്. ബാക്കിയുള്ള റൂമീസിനോട് പറഞ്ഞപ്പോൾ അവർക്ക് ഷിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഓക്കെ ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും റിസ്ക് എടുത്ത് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ആലപ്പുഴയ്ക്കാണ് തീരുമാനിച്ചത്. വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 11:52 നേത്രാവതി എക്സ്പ്രസ്സിൽ കയറാമെന്ന് വിചാരിച്ചപ്പോൾ ആ ട്രെയിൻ ഒരു 2:53 വരെ ഡിലേ ആയി. അപ്പോൾ നമ്മളെന്തായാലും ഇച്ചിരി നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ KSRTC സ്റ്റാൻഡ് പിടിച്ചു. സ്റ്റാൻഡ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കണ്ടത് അങ്കമാലി സ്റ്റാൻഡല്ല കേട്ടോ, ആലപ്പുഴ സ്റ്റാൻഡാണ്. ഞങ്ങൾ ഇതാ പറയുമ്പോഴേക്കും എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ 1:10 ബസ്സിന് കയറിയിട്ട് ഇവിടെ എത്തിയപ്പോൾ ഒരു 4:30 അടുത്തായി. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയത് ആലപ്പുഴ ബസ് കയറിയിട്ട് അങ്കമാലിയിൽ നിന്ന് ആലപ്പുഴയ്ക്കുള്ള ബസ് കയറി നമ്മൾ അമ്പലത്തിൻ്റെ അവിടെയാണ് ഇറങ്ങിയത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ബസ്സിൽ നിന്ന് ഒരു ചേച്ചീനെ പരിചയപ്പെട്ടു, സിന്ധു ചേച്ചിയുടെ വീട് കാര്യങ്ങളാണ്. ഞങ്ങൾ തമ്മിൽ സിങ്കായി. ആൾ പറഞ്ഞു കുട്ടനാട് കാണാൻ നല്ല ഭംഗിയാണ്, നമ്മൾ ചേർത്തല ഇറങ്ങാമെന്ന് വെച്ചിട്ടായിരുന്നു. ചേച്ചി പറഞ്ഞതിൻ്റെ ആ ഒരു പുറത്ത് നമ്മൾ കുട്ടനാട്ടിലേക്ക് പിടിച്ചു. കുട്ടനാട് പറയുമ്പോൾ ചേച്ചി പറഞ്ഞ ഡയറക്ഷൻ ആയിരുന്നു അമ്പലപ്പുഴ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോക്കാരോട് പറഞ്ഞാൽ മതി. അത് ഇച്ചിരി കോസ്റ്റ്ലി ആയെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ല ഫുഡ് അടിക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ നേരെ വന്ന് പെട്ടത് ന്യൂയോർക്ക് പറഞ്ഞ ഒരു ഷാപ്പിലാണ്. ന്യൂയോർക്ക് ഷാപ്പിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല കരിമീൻ ഫ്രൈയും പിന്നെ ഞണ്ട് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, 2 അപ്പം, 2 പൊറാട്ട, അങ്ങനെ പാൽക്കപ്പ. നല്ല രുചിയായിരുന്നു കേട്ടോ. കുട്ടനാടത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ 8 മണി 9 മണിക്ക് മാവ് മാത്രം കഴിച്ചത്. കഴിച്ചിട്ടേക്കുമ്പോൾ 5:30 നമ്മുടെ ചെറുപ്പീനും അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഇന്ന് തന്നെ റിട്ടേൺ എന്നുള്ള രീതിക്കായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അവിടെ സ്റ്റേയുടെ കാര്യങ്ങൾ സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ മൈൻഡ് ട്രിപ്പ് എന്നുള്ള രീതിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇതാണ് അപ്പോൾ കുട്ടനാടിൻ്റെ ഈവനിങ് ഭംഗി. അങ്ങനെ നമ്മൾ പുഞ്ചപ്പാടത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. ആദ്യം ആലപ്പുഴ KSRTCയിൽ പോയിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് കറങ്ങി നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ഊബറിലിരിക്കുമ്പോൾ തന്നെ ചെറിയൊരു മഴച്ചാറലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിക്ക് മഴ പെയ്തു. അങ്ങനെ നമ്മൾ ആലപ്പുഴ KSRTC എത്തി. അവിടെ നിന്ന് കുറച്ച് നേരം കറങ്ങി വെള്ളം ചായയൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുവാണ്. ആലപ്പുഴ ടു അങ്കമാലിക്കുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ട്രെയിൻ ഉണ്ടായിരുന്നത് 8:15 കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി എക്സ്പ്രസ് ആയിരുന്നു, ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ വീട്ടിലേക്ക് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വട്ട് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. സക്സസ്ഫുള്ളി നമ്മുടെ ആലപ്പുഴ ഫുഡ് ട്രിപ്പ് കംപ്ലീറ്റ് ആയി വന്നിരിക്കുകയാണ്. എല്ലാവരും വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുട്ടനാട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് ഫുഡ് അടിച്ച് ചെറിയൊരു വ്ളോഗാണ്. നമുക്ക് എന്തോ ആലപ്പിക്ക് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് പോയി. വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ പോയി നമുക്ക് ടൈമൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയി തിരിച്ചു വന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ടിങ് ടിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.